Hi guys, welcome back to Car Garage. Car Garage ഇന്ന് വന്നിരിക്കുന്നത് ഇന്നോവയുടെ വിശേഷങ്ങളായിട്ടാണ്. പിന്നെ അതുപോലെ തന്നെ നമുക്കൊരു SUV പെയിൻറ്റിങ്ങിനായിട്ട് വന്നിട്ടുണ്ട്. അതിൻ്റെ വിശേഷം അടുത്ത വീഡിയോയുടെ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾക്ക്. അപ്പോൾ നമുക്ക് ഇന്നൊരു 3 ഇന്നോവ നമുക്ക് ഡെലിവറി ആയിട്ടുണ്ട്. അതായത് വർക്കൊക്കെ കഴിഞ്ഞിട്ട് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ആദ്യം നമുക്ക് അതിൻ്റെ വർക്കിംഗ് പ്രോഗ്രസ്സും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടു നോക്കാം. അതിനുശേഷം നമുക്ക് വീഡിയോ ഞാൻ പറഞ്ഞുതരാം.
ഇതാണ് ഞാൻ പറഞ്ഞ HUV. നമ്മൾ ഇത് 2012 മോഡൽ HUV ആണ്. ഇപ്പോൾ കസ്റ്റമർ റിക്വസ്റ്റ് പ്രകാരം നമ്മളിപ്പോൾ ടോപ്പിൽ ഒരു ബ്ലാക്ക് അടിച്ചിട്ടുണ്ട്. ഇപ്പോൾ കസ്റ്റമർ പറഞ്ഞു മൊത്തത്തിലൊരു സ്റ്റാൻഡേർഡ് രീതിയിൽ ഈ വണ്ടി ആക്കി മാറ്റാനായിട്ട് പറഞ്ഞിരിക്കുന്നത്. അതായത് ഫുള്ളായിട്ട് പേൾ വൈറ്റ് അടിച്ചിട്ട് കമ്പനി വരുന്നത് എങ്ങനെ ആ ഒരു രീതിയിലേക്ക് നമ്മൾ മാറ്റി ചെയ്യണത്. 2012 മോഡൽ വണ്ടിയാണ്. ഫ്രണ്ടിൽ ഹെഡ്ലൈറ്റും കാര്യങ്ങൾ റീപ്ലേസ് ചെയ്തിട്ടുണ്ട്. അതായത് പുതിയ മോഡലിലേക്ക് മാറ്റിയിട്ടുണ്ട് അവർ. ഹാൻഡിലെല്ലാം എന്തോ ഷേക്കും കാര്യങ്ങളും കംപ്ലൈൻ്റ് ആയിട്ട് അവർ മാറ്റിയിട്ടുണ്ട്. ഒരു മൊത്തത്തിൽ പേൾ വൈറ്റ് അടിക്കാനുള്ള പ്ലാനാണ്. അപ്പോൾ അടിച്ച് കഴിഞ്ഞിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ ഞാൻ പിന്നീട് നിങ്ങൾക്ക് പറഞ്ഞു തരാം. അപ്പോൾ എല്ലാവരും വണ്ടികളും കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തോട്ടെ. നമ്മളിപ്പോൾ 2005 ആ മോഡലിലുള്ള ഇന്നോവയ്ക്കൊക്കെ തുരുമ്പ് കാര്യങ്ങളൊക്കെ നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ അടിഭാഗമൊക്കെ. അപ്പോൾ നമ്മൾ ചില വണ്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പക്ക നീറ്റാണ് കേട്ടോ. 2005 മോഡൽ പക്ക നീറ്റാണ്. ചില വണ്ടികൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തുരുമ്പ് വരുന്നുണ്ട്. അതെന്തെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ റണ്ണിങ് ബോർഡിലൊക്കെ വെള്ളം കെട്ടി നിന്നിട്ടും അതേപോലെ തന്നെ വൈപ്പറിൻ്റെ ആ ഒരു ഏരിയ ഉണ്ടല്ലോ, വൈപ്പറിൻ്റെ ഏരിയയിൽ അടിയിൽ, അതായത് വൈപ്പർ അടിക്കുന്ന അടിയിൽ ഒരു ഫൈബറിൻ്റെ ഒരു ഇത് വരുന്നുണ്ട്. അതിൻ്റെ ഗ്യാപ്പിൽ കൂടെ വെള്ളം ഇറങ്ങിയിട്ട് അതിൻ്റെ ഹോൾ അടഞ്ഞു പോകും. അതായത് എന്തെങ്കിലും നല്ല ചവറൊക്കെ വന്നിട്ട് ഹോൾ അടഞ്ഞു പോയിട്ട് ആ ഹോളിൽ അവിടെ വെള്ളം കെട്ടി നിന്നിട്ട് ആ ഭാഗങ്ങളിലും തുരുമ്പും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. അപ്പോൾ വണ്ടികൾ എന്തായാലും കെയർ ചെയ്ത് ശ്രദ്ധിക്കുക. തുരുമ്പും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് എത്രയും പെട്ടെന്ന് പാച്ച് വർക്കും കാര്യങ്ങളും ചെയ്തിട്ട് അത് പെട്ടെന്ന് അത് ക്ലിയർ ചെയ്യാൻ നോക്കുക, അല്ലെങ്കിൽ ഒരുപാടായിട്ട് ബാധിക്കും. അപ്പോൾ അങ്ങനത്തെ കുറച്ച് കംപ്ലൈൻറ്റുകൾ കാര്യങ്ങളൊക്കെ ഈയിടെയായിട്ട് വണ്ടികൾക്ക് വരുന്നുണ്ട്. തുരുമ്പ് എന്ന് പറഞ്ഞാൽ ഇതാണ്, ഇവിടെ ഒരു ചെറിയ പ്ലേറ്റിംഗ് ആയിട്ട് വരും. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കണ്ട തുരുമ്പ് വന്നിട്ട് ഹോൾ വീണൊക്കെയാണ്. ഗ്ലാസിൻ്റെ അടിഭാഗമാണ് ഈ കാണുന്നത്. അപ്പോൾ അത് വെള്ളം കെട്ടി നിന്നിട്ട് വരുന്നൊരു കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ അതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചേക്ക് കേട്ടോ. നിങ്ങളോട് ഒരു വീഡിയോയിൽ പറഞ്ഞിരുന്നു എത്തിയോസ് നമ്മൾക്ക് പുതിയ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. ഫസ്റ്റ് അതായത് എത്തിയോസ് 2010 ആ കാലഘട്ടങ്ങളിൽ ഇറങ്ങിയ എത്തിയോസ് 2009 വണ്ടി എത്തിയോസ് ഇറങ്ങിയ പഴയ മോഡൽ എത്തിയോസിനെ നമ്മൾക്ക് ഏറ്റവും പുതിയ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് പറ്റും. അതിൻ്റെ ബമ്പറും അതേപോലെ തന്നെ ഫോഗ്ലാമ്പിൻ്റെ ഗ്രില്ല്, ഹെഡ്ലൈറ്റ്, ബാക്കിലെ ടൈലൈറ്റ്, ഡിക്കി പറഞ്ഞ ക്രോമ് ഇതെല്ലാം റീപ്ലേസ് ചെയ്തിട്ട് വണ്ടി പുതിയ മോഡലിലേക്ക് കൺവേർട്ട് ചെയ്യാനായിട്ട് സാധിക്കുന്നതാണ്. അപ്പോൾ അങ്ങനെ താല്പര്യമുള്ളവർക്ക് കോൺടാക്ട് ചെയ്യാം. ഞാൻ എൻ്റെ എസ്റ്റിമേറ്റും കാര്യങ്ങളൊക്കെ എടുത്ത് വെച്ചിട്ടുണ്ട്. അതായത് അത്ര വലിയ എമൗണ്ട് കാര്യങ്ങളൊന്നും വരുന്നില്ല. ആക്യുറേറ്റ് എന്ന് പറഞ്ഞ കമ്പനിയുടെ അതായത് ഇമ്പോർട്ടഡ് പാർട്സിൻ്റെ ബമ്പേഴ്സും കാര്യങ്ങളൊക്കെ അവൈലബിൾ ആണ് എടുത്ത് വെച്ചിട്ട് കേട്ടോ. ഒരു സിൽവർ കളർ വണ്ടിയായിരുന്നു, 2005 രജിസ്ട്രേഷൻ വണ്ടിയായിരുന്നു. നമ്മൾ ഇതിനെ ഫുള്ളായിട്ട് അതായത് ഒരുപാട് പാച്ച് വർക്കും കാര്യങ്ങളൊക്കെ ഉള്ളൊരു വണ്ടിയായിരുന്നു. ബോഡി ഷേപ്പ് ഔട്ടായിരുന്നു വണ്ടി. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു ഷേപ്പ് നിങ്ങൾക്ക് കാണാൻ പറ്റും, ഗ്ലേസിങ്ങിൽ തന്നെ കാണാൻ പറ്റും നിങ്ങൾക്ക് സൈഡിൽ കൂടെ. അതേപോലെ തന്നെ സെറ്റിങ് കാര്യങ്ങൾ, അതായത് 2 റണ്ണിങ് ബോർഡ് റീപ്ലേസ് ചെയ്യേണ്ടതായിട്ട് വന്നു 2 സൈഡിലും.
അപ്പോൾ അങ്ങനെ ഒരുപാട് വർക്കുള്ളൊരു വണ്ടി നമ്മളിപ്പോൾ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. നമ്മളിപ്പോൾ യൂസ് ചെയ്തിരുന്ന കളർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്രിസ്റ്റയ്ക്ക് പറഞ്ഞ ഗാർനെറ്റ് റെഡ് എന്ന് പറഞ്ഞിട്ടുള്ള കളറാണ് നമ്മളിപ്പോൾ ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. അതിൻ്റെ ഉള്ളിലുള്ള പേളയും കാര്യങ്ങൾ മെറ്റാലിക് കാണിച്ചു തരാം. അതായത് ഒരുപാട് അതായത് ഒരുപാട് ഉള്ളിൽ വരുന്നുണ്ട്. അതായത് റെഡ് ഷെയ്ഡ് വരുന്നുണ്ട്, പർപ്പിൾ വരുന്നുണ്ട്, ബ്ലാക്കിഷ് വരുന്നുണ്ട്, ചെറിയൊരു ബ്ലൂ ഷെയ്ഡ് വരുന്നുണ്ട്, ഗോൾഡൻ വരുന്നുണ്ട്. അങ്ങനെ ഒരുപാട് മിക്സിങ് ഉള്ള ഒരു കളറാണിത് ഗാർനെറ്റ് റെഡ്. അപ്പോൾ ഫ്രണ്ടേജ് നമ്മൾ പ്രൊജക്ടർ ഹെഡ്ലൈറ്റും ബാക്കിൽ LED അല്ല ബാക്കിൽ നോർമൽ ടൈലൈറ്റും ഫ്രണ്ടിൽ പ്രൊജക്ടർ ഹെഡ്ലൈറ്റ് ഇട്ടിട്ടാണ് ഈ വണ്ടി ചെയ്തിരിക്കുന്നത്. ഇതും 2008 മോഡൽ വണ്ടിയാണ്. ബോഡി ഷേപ്പ് ഔട്ടായിട്ടിരുന്ന വണ്ടിയായിരുന്നു. നമ്മളത് ഫുള്ളായിട്ട് പാച്ചറിങ്ങും കാര്യങ്ങളൊക്കെ ചെയ്ത് പെയിൻറ്റിങ് കാര്യങ്ങൾ കംപ്ലീറ്റ് ചെയ്തിരിക്കുന്നു. പക്ഷേ പോളിഷിങ് കഴിഞ്ഞിട്ടില്ല. ഇതിനും ഗ്ലാസിൻ്റെ ഫ്രെയിം ഫുള്ളായിട്ട് തുരുമ്പിടിച്ച് പോയിരുന്നു. അപ്പോൾ നമ്മളത് ഉണ്ടാക്കിയെടുക്കുക ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗം നമ്മൾ ഉണ്ടാക്കിയെടുത്തു. അങ്ങനെ തുരുമ്പ് അത്ര തുരുമ്പുണ്ടായിരുന്നു. നമ്മൾ ക്ലിയർ ചെയ്തിട്ട് ഇപ്പോൾ പെയിൻറ്റിങ് കഴിഞ്ഞെടുക്കുന്നു. പോളിഷിങ് കഴിഞ്ഞിട്ടില്ല, പെയിൻറ്റിങ് കഴിഞ്ഞ് കിടക്കണം. അപ്പോൾ എൻ്റെ ഈ ചെറിയ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. തുടർന്ന് ഇതേപോലെയുള്ള വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടാവുന്നതാണ്. പിന്നെ എനിക്ക് വേറെ കുറേ വീഡിയോസും കാര്യങ്ങൾ ചെയ്യണമെന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ഗ്യാരേജിൽ തിരക്കും കാര്യങ്ങളൊക്കെ ആയതുകൊണ്ട് ഗ്യാരേജിൽ വീഡിയോസ് തന്നെ എടുക്കാൻ പറ്റുള്ളൂ. അതായത് ഓരോ വണ്ടിയുടെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ എക്സ്പ്ലെയിൻ ചെയ്ത് നിങ്ങൾക്ക് വീഡിയോ ചെയ്യണമെന്നുണ്ട്. അപ്പോൾ നിങ്ങളൊരു കാര്യം ചെയ്തോ, എന്തെങ്കിലുമൊക്കെ ആവശ്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിലിടാം. ഇങ്ങനെ വീഡിയോ എന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഞാൻ നോക്കിയിട്ട് എൻ്റെ സമയം അനുസരിച്ച് ഞാൻ വീഡിയോസും കാര്യങ്ങളൊക്കെ ചെയ്യാം. ഓക്കെ, തുടർന്നും എന്നെ സപ്പോർട്ട് ചെയ്യുക. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും